ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു വിധത്തിലാക്കി കിട്ടാൻ എൻ്റെ കഷ്ടപ്പാട് എന്തായിരുന്നു എന്നറിയോ? രാത്രി മൊത്തം ഇരുന്ന് ചെയ്യേണ്ടി വന്നു. ഇതാണ് അലങ്കോലായി കിടക്കുന്ന എൻ്റെ ഡൈനിങ് ഹാള്. എല്ലാവരും കിടന്നുറങ്ങുന്നു, ഞാനിവിടെ ഇരുന്ന് പെയിന്റ് അടിക്കുന്നു. അടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങനെ രാവിലത്തേക്ക് ഏകദേശം ഒരു രൂപമായി കിട്ടി. ഇനി മഴവെള്ളം വേണം. മഴവെള്ളത്തിന് മേഘം വേണ്ടേ? അപ്പൊ പിന്നെ മേഘം ആകാശത്ത് തൂങ്ങി കിടക്കുന്ന പോലെ നിൽക്കണമെങ്കിൽ അതിന് ഏട്ടൻ എണീറ്റിട്ട് തന്നെ വേണം. അങ്ങനെ ആൾ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഇനിയും കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട്. ദേ കണ്ടില്ലേ, മഴവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളം ഒഴിക്കുമ്പോൾ മഴ പെയ്യുന്ന പോലെ അങ്ങനെ ടാങ്കിലേക്ക് വരും. അങ്ങനെ ഏകദേശം അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു. പിന്നെ ഇനി വേണ്ടത് ഫിൽട്രേഷന് വേണ്ടിയിട്ട് കുറച്ച് കല്ലും കരിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി അതിലേക്ക് ഇടണം. ഇത് കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ പിന്നെ എൻ്റെ മക്കളെ, കുഞ്ഞു മക്കളെ കാര്യം പറയണ്ട. അവർക്ക് പിന്നെ ഇത് വേണം തന്നെ. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് മരം കണ്ടത്. മരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ആയാലോ. അങ്ങനെ പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന പണിയിലായി. ക്രിസ്മസ് ട്രീ, ആ ഒരു അവന്തിക പറയുന്ന പോലെ ക്രിസ്മസ് ട്രീ. അങ്ങനെ കുറച്ചു നേരത്തെ പണിക്ക് ശേഷം അങ്ങനെ ക്രിസ്മസ് ട്രീയും റെഡിയായി. ഇവിടെ ഉള്ള ഒരു ഫ്ലവർ വൈസ് ആയിരുന്നു അതിൽ ആദ്യം വെച്ചത്. അതവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമോന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ ക്രാഫ്റ്റ് വർക്കൊക്കെ അറിയുന്നതുകൊണ്ട് പിന്നെ ഒരു ട്രീ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ട്രീയും അങ്ങോട്ട് ആക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഒരു കുഞ്ഞി ട്രീ അവിടെ സൈഡിലായിട്ട് വീടിന്റെ ഒരു മൂലക്കലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു ചെറിയൊരു ട്രീ ആണ്. ട്രീ അല്ല, ഒരു ചെറിയൊരു ചെടി. ഇനി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാലോ. അങ്ങനെ അയാനെ കൊണ്ട് ചെയ്യിച്ചു. പോകുന്നതിന്റെ കുറച്ച് മുമ്പ് ചെയ്യുന്ന കേട്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. അങ്ങനെ മഴവെള്ളം ഓക്കെ, മഴ പെയ്യുന്നുണ്ട്, അത് റെഡിയായി. പക്ഷേ കലക്ഷൻ ടാങ്കിൽ നിന്ന് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് വെള്ളം പോകുന്നില്ല. പിന്നെ ഒന്ന് താത്തി കൊടുത്തപ്പം പോയി, കുഴപ്പമില്ല. അങ്ങനെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് കരിങ്കല്ലും പഞ്ഞിയും കരിയും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കിണറിലേക്ക് വെള്ളം പോണ്ടേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, കിണറിലേക്ക് വെള്ളം വരുന്നുണ്ടോന്നൊക്കെ. അങ്ങനെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പതിയെ മെല്ലെ മെല്ലെ ഉറ്റി വീഴാൻ തുടങ്ങി. അങ്ങനെ കിണറിലേക്ക് വെള്ളം വന്നു. അങ്ങനെ നമ്മളെ മോഡൽ, വർക്കിംഗ് മോഡൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കോരിയാലോ. കുറച്ച് വെള്ളമൊക്കെ കോരി കളിക്കാം. അങ്ങനെ ഇതാണ് അയാൻ്റെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊജക്റ്റ്. ഒരു വർക്കിംഗ് മോഡൽ സെറ്റ് ആയിട്ടുണ്ട് സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.